afternoon. Welcome to yet another exam preparation live session from Tiju's Academy, Mavelikira. And I'm here with you, this is Varsha, to speak about the speaking sessions in OET. Hi everyone, a very warm good afternoon. I guess it's not warm. The weather is pretty much cold. So hi everybody, good afternoon. I know that everyone is preparing pretty much good for their examinations, which is going to happen this Saturday, that is the 1st of June. And yes, so let's have a quick revision on the things what are the things that you need to focus on in this last minute. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊന്ന് റീക്യാപ്പ്, നമുക്കെല്ലാം ഒന്ന് എന്ത് ചെയ്യാം, ആദ്യം തൊട്ടൊന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഇത്രയും നാളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം നമുക്കൊന്നും കൂടി ബ്രഷപ്പ് ചെയ്തെടുക്കാം. സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ആസ് ടു ഹൗ ടു അപ്രോച്ച് ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ വെൻ ഇറ്റ് കംസ് ടു ദ സ്പീക്കിംഗ് പാർട്ട്. അപ്പോൾ സ്പീക്കിംഗ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സ്പീക്കിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ എം ഹിയർ വിത്ത് യു. സോ ഐ എം ജസ്റ്റ് moving on to the session once again. So we are going to have a last minute preparation so as to secure a 450 in OET speaking. നമുക്കൊരു A band സ്കോർ ഉറപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു our slide. Okay, so first of all, what I want you people to focus on is the way of your presentation. As you people know that it is very important for us to give a very good impact. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ആൻ ഇമ്പാക്റ്റ്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോക്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? യെസ്, സോ പീപ്പിൾ ഹാവ് ജോയിൻഡ്. ഹായ് ശ്രുതി, ഹായ് ഏഞ്ചൽ, ആൻഡ് യെസ് ജിസ. ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി, ഹാപ്പി ടു സീ യു. എൻ്റെ എല്ലാ ലൈവിനും വരുന്ന ആൾക്കാരാണ്. ഐ ഫീൽ സോ ഗ്ലാഡ് യു പീപ്പിൾ ആർ ഹിയർ വൺസ് അഗൈൻ. Okay, so we're just moving on to the presentation part. നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ കാഴ്ചവെക്കേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? The first important point would be intelligibility. ഇനി എന്താണ് ഈ ഇൻ്റലിജിബിലിറ്റി? നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, അല്ലേ? സോ വാട്ട് യു മീൻ ബൈ ദിസ്? എവിടെയാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവുക? യൂഷ്വലി നമ്മുടെ OET സ്പീക്കിംഗ് സെഷനകത്തെ ക്രൈറ്റീരിയ പാർട്ടിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഇൻ്റലിജിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? വെൻ ഇറ്റ് കംസ് ടു ദി ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയാസിൽ വരുന്ന ഒരു കാര്യമാണ് ഇൻ്റലിജിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ഫാമിലിയർ ആണ്. അപ്പോൾ ഈ ഇൻ്റലിജിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, ഇൻ്റലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the way of your pronunciation, the clarity of speech is something very important that you people need to focus on. മനസ്സിലായോ? ഇൻ്റലിജിബിൾ ആണോ എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? So we just need to focus on this thing. There should be clarity of speech. When you're having a conversation, when you're speaking to someone, there should be clarity of speech. This is something very important. And focusing on the other thing would be a natural way of conversation ആയിരിക്കണം എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. When it comes to the specifically to point out എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ the warm up part, നിങ്ങൾക്ക് അറിയാവുന്നതാണ് വാം-അപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ബേസിക്കലി വരുന്നത്. ലൈക്ക് why did you choose this profession, why did you choose OET, tell me about your typical day or your regular routine day at work. അതുപോലെ തന്നെ your piece of advices for the upcoming nurses, a recent course which you have recently attended. I know that everyone is pretty much prepared with these questions. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, you're ready, right? But one thing that I want you to focus on is when you're approaching for the examination, ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ എപ്പോഴും യൂഷ്വലി കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഡിറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബിക്കോസ് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഓൺ എവറി ആസ്പെക്ട്. ഐ മസ്റ്റ് സേ, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും ഹൗ ആർ യു ഗോയിങ് ടു റെസ്പോണ്ട് ടു ഇറ്റ്? സോ ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ, ഇപ്പോൾ ഇവർ സാധാരണ നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ, സോ ടെൽ മീ വൈ ഡിഡ് യു ചൂസ് OET, അല്ലെങ്കിൽ ടെൽ മീ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് കേട്ട് വി ആർ കൈൻഡ് ഓഫ് ഐ മസ്റ്റ് സേ ടു മച്ച് യൂസ് ടു ഇറ്റ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഓപ്പൺലി പെട്ടെന്ന് ചാടിക്കേറിയ റെസ്പോൺസ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്പീക്ക് നാച്ചുറലി. വീണ്ടും ഞാൻ പറയാണ്, നാച്ചുറൽ വേ ഓഫ് കോൺവെർസേഷൻ ആയിരിക്കണം. വെൽ ഐ ചോസ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാവുന്ന കം ഡൗൺ ആയിട്ട് പറയാൻ ശ്രമിക്കുക. ബിക്കോസ് വാട്ട് ഐ നോട്ടീസ് ഇസ് വെൻ യു ഗെറ്റ് എ ഫാമിലിയർ ക്വസ്റ്റ്യൻ, you tend to answer in a rush, like you already know that is something you are expecting that question and you're going to respond in such sort of a manner. That is not required. Okay, that won't be giving a good impact. What happens is when you'll be getting an unfamiliar question,
അൺഫാമിലിയർ ഇൻ ദ സെൻസ് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സോ വാട്ട് മെയ്ഡ് യു ടു പെർസ്യൂ എ കരിയർ ഇൻ ദിസ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ. വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് വാട്ട് ഐ ഹാവ് ഡൺ ഹിയർ ഇസ് ഐ ജസ്റ്റ് റീഫ്രേസ്ഡ് ഇറ്റ് ഇൻ നോട്ട് എ ഡയറക്റ്റ് മാനർ ബട്ട് ഇൻ ഇൻഡയറക്റ്റ് മാനർ. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് ലിസൺ പ്രോപ്പർലി ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ഗീവ് എ റെസ്പോൺസ്. ആൻഡ് വെൻ യു ഗീവ് എ റെസ്പോൺസ് ട്രൈ ടു ഗീവ് ഇറ്റ് ഇൻ എ നാച്ചുറൽ വേ. അത് നാച്ചുറലി സംസാരിക്കുന്ന പോലെ ആവണം. ലൈക്ക് പെട്ടെന്ന് കയറി ഒരു ആൻസർ പറയുന്ന പോലെ ആവാൻ അത് പാടില്ല. ഓക്കെ. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ് വുഡ് ബി മെയിൻറ്റെയിനിങ് ആൻ ഐ കോൺടാക്ട്. സോ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് തന്നെയാണ് അല്ലേ. സോ വെൻ യു ഹാവിങ് എ കോൺവെർസേഷൻ ടു സം വൺ, ഇഫ് യു ജസ്റ്റ് ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് ഇൻ ടു ദാറ്റ് പേഴ്സൺസ് ഫേസ് ദാറ്റ് വോണ്ട് ബി ഗിവിങ് ആൻ ഇമ്പാക്റ്റ്. അപ്പോൾ വാമപ്പ് വാമപ്പിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാം, അവരുടെ മുഖത്ത് തന്നെ നോക്കി കോൺവേഴ്സ് ചെയ്യാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രസൻറ്റേഷൻ, അവിടെ നിങ്ങൾ ഫുൾ ഓൺ അവരെ തന്നെ നോക്കി കോൺവേഴ്സ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് യു മൈ ലുക്ക് ഇൻ ടു ദ കാർഡ് ആൻഡ് മേക്ക് ദ പ്രസൻറ്റേഷൻ സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ബിറ്റ്വീൻ. ലൈക്ക് ഇടയ്ക്ക് ഒരുപാട് ഹമ്മിങ്സ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യു മൈ ലുക്ക് ഇൻ ടു ദ കാർഡ്. ബട്ട് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് യു ടു ഫോക്കസ് ഹിയർ ഇസ്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മളവിടെ എപ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് ഓഡിയൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നത്, അതൊക്കെ എപ്പോഴൊക്കെയാണ്, ലൈക്ക് നമ്മൾ റീഅഷ്യോർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത്, അപ്പോഴൊക്കെ എന്ത് ചെയ്യാം, വി ക്യാൻ ലുക്ക് ഇൻ ടു ദി ഇൻ്റർലോക്യൂട്ടേഴ്സ് ഫേസ് ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ. ദാറ്റ് വുഡ് ബി ബെറ്റർ rather than സിംപ്ലി ലുക്കിംഗ് into the card and making the presentation. ലൈക്ക് നമ്മുടെ കോൺഫിഡൻ്റ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടി അത് കാണിക്കും. സോ ഓൾവേസ് ട്രൈ ടു ഗീവ് എൻ ഐ കോൺടാക്ട്. Not always I must say, but try to give an eye contact at least in between. Then according to the അടുത്ത ഒരു പോയിന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻറ്റ്. അത് ഞാൻ പ്രസൻറ്റേഷൻ പാർട്ടിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ലുക്ക് ഫോർ ദി ടാർഗറ്റ് ഓഡിയൻറ്റ്. ടു ഹൂം ആർ യു ഗോയിങ് ടു ഹാവ് ദ കോൺവെർസേഷൻ വിത്ത്? ഇസ് ഇറ്റ് ദ പേഷ്യൻറ്റ് ഓർ ദി ബൈസ്റ്റാൻഡർ? ആൻഡ് ഹൗ ഇസ് ദ സിറ്റുവേഷൻ ദെയർ? Then you can come into the last point. Speak according to the situation. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻ്റ് ആയിരിക്കും. വാട്ട് ഇഫ് യു ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദി മദറിനോടാണ് കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്താണ്? വി ഹാവ് ടു ബി ആസ് മച്ച് ആസ് റീഅഷ്യോറിങ് ആൻഡ് എംപത്തറ്റിക് with the situation. We have to empathize with their situation, right? At the same time we must be reassuring also. നമുക്ക് മാക്സിമം റീഅഷ്യോറൻസും കൂടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. സോ ഓൾവേസ് ലുക്ക് ഫോർ ദി ടാർഗറ്റ് ഓഡിയൻറ്റ്. ഓക്കെ. സോ നമ്മുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ ആസ് എ ഹോൾ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്, എങ്ങനെയായിരിക്കണം. സോ ഫസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വുഡ് ബി ഇൻറ്റലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് സ്പീച്ച്. സോ ഈ ക്ലാരിറ്റി ഓഫ് സ്പീച്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും റഷ് ചെയ്യാൻ പാടില്ല. സോ ഓൾവേസ് നമുക്കറിയാം ക്രൈറ്റീരിയയിൽ വരുന്ന അടുത്ത പോയിൻ്റാണ് ഇൻറ്റലിജിബിലിറ്റി കഴിഞ്ഞാൽ ഫ്ലുവൻസി അല്ലേ. ഫ്ലുവൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ വെൻ ഡു വി സേ ദാറ്റ് എ പേഴ്സൺ ഇസ് ഫ്ലുവൻറ്റ്? നമ്മൾ യൂഷ്വലി പറയുന്നത് ഒരാൾ തുടരെ ഒരു ബ്രേക്കും ഇല്ലാണ്ട് നന്നായിട്ട് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ കോൺവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി സേയിങ് ദാറ്റ് ദ പേഴ്സൺ ഇസ് ഫ്ലുവൻറ്റ്, റൈറ്റ്? ബട്ട് വെൻ ഇറ്റ് കംസ് ടു OET, keep this thing in mind that OET is a conversation between two people. OET speaking is a conversation between two people. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? സോ you and between a healthcare professional and a non-healthcare professional. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? we are providing health education. സോ കീപ് ദിസ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇൻ മൈൻഡ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് എന്താണ്? യു ആർ നോട്ട് സപ്പോസ് ടു റഷ്. ലൈക്ക് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പേസിൽ വേണം എപ്പോഴും സംസാരിക്കാനായിട്ട്. ഓക്കെ. ഡോണ്ട് റഷ്. നമ്മളൊരു നോർമൽ പേസിൽ സംസാരിക്കുന്ന പോലെ കോൺവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ബി ഇറ്റ് എ ഫാമിലിയർ ഓർ ആൻ അൺഫാമിലിയർ ക്വസ്റ്റ്യൻ, ഓൾവേസ് സ്പീക്ക് ഇൻ എ നാച്ചുറൽ വേ. That will also be boosting up your presentation, way of your presentation, and try to maintain an eye contact with the person also. It is also something important. Moving on to the next thing is identifying the target audience and also speaking according to the situation. So these are certain important things that I want you people to focus on. ഓക്കെ. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. വേ ഓഫ് പ്രസൻറ്റേഷൻ ആണ് നിങ്ങൾ അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പ്രസൻറ്റേഷൻ എന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കൊന്നും വി വോണ്ട് ബി ഫോക്കസിങ് ഓൺ ദീസ് തിങ്സ്, ബട്ട് ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്.
Okay, so I hope that you people will be making a note of all these things, and you'll be giving an impactful presentation by keeping all these things in mind, and this will definitely help you to give an impression, to set an impression on the person to whomever might be listening to you. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ഓൺ ചെയ്യുവാണ്. സോ ഫ്യൂ പീപ്പിൾ ഹാവ് കമൻറ്റഡ്. ഹായ് അഭിരാമി, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ. ഹായ് മീനു, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ് രഞ്ജു, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, റിൻറ്റു, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ. യെസ്. So we are just moving on to the next thing. So what are the key or important things that you need to focus on, or you are supposed to remember? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന രീതി ആയിരിക്കാം. സോ ഐ ജസ്റ്റ് വോണ്ട് യു പീപ്പിൾ ടു ബ്രഷ് അപ്പ് ഓൾ ദീസ് തിങ്സ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, തിങ്സ് ടു റിമെമ്പർ എന്നുള്ളൊരു ടൈറ്റിലാണ് ഞാനത് ജോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. സോ ദ ഫസ്റ്റ് തിങ് വുഡ് ബി കാർഡ് അനാലിസിസ്. ആസ് യു പീപ്പിൾ നോ ദാറ്റ് വെൻ യു റീഡ് ദ കാർഡ്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു മൈറ്റ് ബി റീഡിങ് വുഡ് ബി ദ സെറ്റിംഗ് ആൻഡ് ദി സിനാരിയോ. നമ്മൾ കാർഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ വായിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തായിരിക്കും? ഒന്ന് നമ്മുടെ സെറ്റിംഗ് ആയിരിക്കും, ആൻഡ് അതുപോലെ തന്നെ അടുത്തതാണ് സിനാരിയോ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ യു വിൽ ബി ഏബിൾ ടു മേക്ക് ഔട്ട് ദി ദ ടൈപ്പ് ഓഫ് കേസ് നമ്മൾ അവിടെ തന്നെ എന്താകും? ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും, അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് ആൻ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് ദ കേസ്. എന്ത് കേസാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡെഫിനറ്റ്ലി മനസ്സിലാവും, അല്ലേ? നമ്മൾ കാർഡ് അനാലിസിസ് ആണ് നോക്കുന്നത്. ഇത് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, സോ കാർഡ് അനാലിസിസ് വുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയർ. സോ വാട്ട് ആർ ദ key elements that I want you people to focus on? The first thing, just like I mentioned, when you get the role play card, the first thing that you're going to read would be the setting and the scenario, which helps you to identify the case. അപ്പോൾ കേസ് ഐഡൻറ്റിഫിക്കേഷൻ അവിടെ തന്നെ നടക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കേസാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. മുകളിലേക്ക് മറ്റൊന്ന് ജസ്റ്റ് നോൺ ആണെന്നുണ്ടെങ്കിൽ നോൺ, അൺനോൺ എന്നൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ when you read the whole card, and after that when you're going with the presentation part, you won't be having any sort of confusion. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഐഡൻറ്റിഫൈങ് ദ കേസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പോകേണ്ടത് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. സോ ദാറ്റ് വൺസ് യു ബിഗിൻ, വൺസ് ദ ടൈം ഇസ് അപ്പ്, ദ പ്രിപ്പറേഷൻ ടൈം ഇസ് അപ്പ്, and the interlocutor is asking you to start the conversation, then you won't be having any sort of confusion. നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇഫ് യു ജസ്റ്റ് നോട്ടിങ് ഡൗൺ, ലൈക്ക് ഇപ്പോൾ അതൊരു അൺനോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ടൈം വിഷ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഫുൾ ഫോമിൽ എഴുതുക. ഓക്കെ, സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ യു വോണ്ട് ബി ഹാവിങ് എനി കൺഫ്യൂഷൻ ദേ. ലൈക്ക് സ്മോൾ ലൈക്ക് അബ്രിവേറ്റഡ് ഫോമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം കേട്ടോ. ലൈക്ക് സെൽഫ് ഇൻട്രോ, ദെൻ റീസൺ, അങ്ങനെ നിങ്ങൾ ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഇഫ് ഇൻ കേസ് you feel that this is not sufficient, you already know this is an insignificant thing, you already know how to give the presentation, then it's pretty fine. So as to avoid the confusion when you're starting the conversation, that is why I just wanted you people to do that. Then coming to the next thing would be setting scenario വായിച്ച് നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്തു. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചില കേസസിൽ നമ്മൾ പേഷ്യൻ്റ് നെയിം പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കേണ്ടി വരും, അല്ലേ? ഏതൊക്കെ കേസസിലാണ് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കുന്നത്? അപ്പോൾ പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കേണ്ട കേസസ് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന്, നോൺ കേസിൽ നിങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഏത് കേസിലാണ് ചോദിക്കുന്നത്? കുഡ് യു പ്ലീസ് ഓൾസോ കമൻറ്റ് ഡൗൺ സോ ദാറ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ദാറ്റ് യു പീപ്പിൾ ആർ പ്രിപ്പയർഡ്. നിങ്ങളുടെയും കൂടെ റെസ്പോൺസസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. യെസ് ജിസ, വെരി ഗുഡ്. നോൺ കേസ്, ദെൻ വിത്തൗട്ട് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചോദിക്കും, അല്ലേ? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസസിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വേറെ ഏത് കേസിലാണ് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കേണ്ടത്? Could you please comment down? Yes, very good Shruti, you made it here. Yes, ഹോം വിസിറ്റിൽ നമ്മൾ ചോദിക്കണം. ഹോം വിസിറ്റിൽ നമ്മൾ പേര് ചോദിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ 3 സിറ്റുവേഷൻസിലാണ് നമ്മൾ പേര് ചോദിക്കുന്നത്. യെസ് ഷിബ്യ, വെരി ഗുഡ്. ജസ്റ്റ് എക്സാമിൻ ദി കേസ്, അതാണ് വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. യെസ് ബിന്ദു അനിൽ, യു ഹാവ് ഓൾസോ കമൻറ്റഡ്, വെരി ഗുഡ്. യെസ് മീനു, ജസ്റ്റ് എക്സാമിൻഡ്. അപ്പോൾ ഈ 3 കേസസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പേര് ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ? സെറ്റിംഗ് സിനാരിയോ നമ്മൾ വായിച്ചു, നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഫൈൻഡ് ഔട്ട് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, സോ
whoever it is, so let me just address you as secret dreamer. So find out എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് അതൊരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണോ എന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. അതാണ് ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമായിരുന്നു, മാർക്കിംഗ് ദ കീ വേർഡ്സ്. കീവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ടാസ്കിൻ്റെ ഒരു ടാസ്ക് തുടങ്ങുന്ന ഫസ്റ്റ് വേർഡിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ലൈക്ക് ഫൈൻഡ് ഔട്ട് വരാം, എക്സ്പ്ലെയിൻ വരാം, ഔട്ട്ലൈൻ വരാം, ഡിസ്ക്രൈബ് വരാം, ഇതെല്ലാമാണ് കീവേഡ്സ്. ചെക്ക് വരാം, എക്സ്പ്ലോർ വരാം അല്ലേ. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഈ കീവേഡ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്കൊന്നും അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. അതിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഉണ്ട്, ഇൻഫർമേഷൻ പ്രൊവൈഡിങ്ങും ഉണ്ട്. മനസ്സിലായോ? ഇൻഫർമേഷൻ ഗ്യാതറിങ് ആൻഡ് ഇൻഫർമേഷൻ പ്രൊവൈഡിങ്. ഇനി അതിനകത്തുനിന്ന് ഈ ഫൈൻഡ് ഔട്ട് ഏതിലാണ് വരുന്നത്? അതെന്താണ്? നമ്മൾ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തിലായിരിക്കും വരിക? നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടതിലായിരിക്കും വരിക അല്ലേ. നമ്മൾ അവരിൽ നിന്ന് എന്തോ കളക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഫൈൻഡ് ഔട്ട് എന്നുള്ളതിന് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ താഴെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് യൂസ് ചെയ്താൽ മതി. കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്ന വേർഡിനെ സ്ട്രൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ മാർക്ക് ഡൗൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതോ ആ കേസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? സീക്രട്ട് ഡ്രീം, കുഡ് യു പ്ലീസ് ഗിവ് മീ മച്ച് മോർ ക്ലാരിറ്റി ഓൺ ഇറ്റ്. ഇപ്പോൾ ഇൻ കേസ് അത് ടാസ്ക് ആണ്, അത് ഫസ്റ്റ് ടാസ്ക് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ വിസിറ്റ്. അപ്പോൾ ആ ഫൈൻഡ് ഔട്ട് എന്നുള്ള വേർഡിനെ നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യാം? കുഡ് യു പ്ലീസ് ടെൽ മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ഐ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. സോ മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺ ഫോർ യുവർ വിസിറ്റ് എന്ന് ചോദിക്കാം. ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് അഡ്രസ്ഡ് യുവർ കൺസേൺ. ഇസ് ദിസ് ദ സെയിം what I have told you right now? Just please let me know about it. ഇപ്പോൾ ഇനി ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് യൂസ് ചെയ്താൽ മതി. ബിക്കോസ് വി ആർ ഗോയിങ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദെയർ സൈഡ്. അവരുടെ അടുത്തുനിന്ന് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോവാണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സോ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് പറഞ്ഞിട്ട് ദ റീസൺ ഫോർ യുവർ വിസിറ്റ് ഓർ വാട്ട് എവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, okay, yes, thank you. Okay, I got your comment. Yes, so then ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് കേസ് ഐഡൻറ്റിഫിക്കേഷൻ. 3 കാര്യങ്ങളാണ്. 3 കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കുന്നത്. നോൺ കേസ്, വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹോം വിസിറ്റ്. കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ദെൻ ഈ 3 കേസസിൽ ഏതെങ്കിലും ആണെന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ പേര് ചോദിക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ് എൽസ്. ഓക്കെ, അവിടെ തന്നെ പേര് ചോദിക്കുക. ലൈക്ക് അത് പറയാനുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ടാസ്ക് മൊത്തം വായിച്ചതിന് ശേഷം ഞാൻ പേര് ചോദിക്കാം എന്ന് വെയിറ്റ് ചെയ്യരുത്. വൺസ് യു ഹാവ് ഐഡൻറ്റിഫൈ ദ കേസ് യു ക്യാൻ ആസ്ക് ദ നെയിം itself. ഓക്കെ, ആൻഡ് അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, റൈറ്റ് ഡൗൺ ദ നെയിം. ആ പേര് അവിടെ എഴുതി വെക്കുക. സോ ദാറ്റ് യു വോണ്ട് ബി ചേഞ്ചിങ് ദ നെയിംസ്. ബിക്കോസ് നെയിം ചേഞ്ച് ഇസ് എ ബിഗ് മിസ്റ്റേക്ക്. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. സോ വെൻ യു ആർ യു ഹാവ് ബീൻ ഗിവൻ നെയിം, ഐ വുഡ് സേ റൈറ്റ് ഡൗൺ ദ നെയിം. ആ പേര് എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ് വുഡ് ബി മാർക്കിംഗ് ദ കീ വേർഡ്സ്. ഈ കീ വേർഡ് എന്താണ്? ഞാൻ വീണ്ടും പറയാണ്, ഒരു ടാസ്ക് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് വേർഡാണ് കീവേഡ്. അവിടെ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് വരാം, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് കീവേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ പ്രൊവൈഡിങ് കീവേഡ്സും ഉണ്ട് അല്ലേ. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് പ്രൊവൈഡിങ് 2 സെറ്റ് ഓഫ് കീവേഡ്സ് ആണ് നമുക്ക് വരുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് ദി അതർ വൺ ഇസ് ഇൻഫർമേഷൻ പ്രൊവൈഡിങ്. അപ്പോൾ ഇതിനെ ഒന്ന് നിങ്ങൾ സോർട്ട് ഔട്ടും കൂടി ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് എവിടേക്കാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? എന്താണ് ഇപ്പോൾ ഒരു ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്ന ടാസ്കിന് മുന്നേ ഡു യു ഹാവ് എനി കൺസേൺ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അവിടെ ചോദിക്കേണ്ട കാര്യം അവിടെ ഗീവൺ ആയിരിക്കും. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് അവിടെ പറയേണ്ട കാര്യം അവിടെ ഗീവൺ ആണ്. അപ്പോൾ അതിന് മുന്നേ കയറ്റി നിങ്ങളൊരു ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ അടുത്ത ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാണ്, ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മേ ബി ഹിസ്റ്ററി ആയിരിക്കും അവിടെ തന്നിട്ടുണ്ടാവും നിങ്ങൾ ചോദിക്കേണ്ട കാര്യം. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദി പ്രോബ്ലം. അവിടെ നിങ്ങൾ കയറ്റി ഫൈൻഡ് ഔട്ട് കണ്ടിട്ട് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ടു മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ കിടക്കുന്ന ടാസ്ക് ആയിരിക്കും മേ ബി അവർ നിങ്ങളോട് ചോദിക്കുക. വെൽ നഴ്സ്, മേ ഐ നോ അബൌട്ട് വാട്ട് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൈൻഡ് ഔട്ട് എന്നുള്ള ടാസ്ക് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത ടാസ്കിലേക്ക് വരേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ് ഫോർ യു പീപ്പിൾ ടു ജസ്റ്റ് മാർക്ക് ഡൗൺ ദ കീവേഡ്സ്. ഇസ് ഇറ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് or is it information providing? ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ ഏതൊക്കെ വരാം? ഇനിയും ഒന്ന് നോക്കിക്കേ, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് കീവേഡ്സ് ഏതൊക്കെയാണ്? സോ ലെറ്റ്സ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഇറ്റ്. ഒന്ന്, ചെക്ക്.
ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും അവർ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതങ്ങനത്തെ കാർഡ്സ് ഉണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ് വരാം, ആസ്ക് വരാം, എക്സ്പ്ലോർ വരാം, ഓക്കെ. ഈവൻ എസ്റ്റാബ്ലിഷ് എന്നും പറഞ്ഞിട്ടുള്ളതും വരാറുണ്ട്. സോ ദീസ് ആർ ഇൻഫർമേഷൻ. എസ്റ്റാബ്ലിഷ് ദി പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡു യു ഹാവ് എനി കൺസേൺ അല്ല ചോദിക്കേണ്ടത്, മനസ്സിലായോ? അവിടെ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? സോ കുഡ് യു പ്ലീസ് ടെൽ മീ ആം ഐ ഇൻ്റലിജിബിൾ ടു യു, ഓർ ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ് തിങ് എന്നുള്ളത് നമ്മൾ അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ യൂസ് ചെയ്യേണ്ടതാണ്. സോ ഇതിത്രയാണ് നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിട്ടുള്ള കീവേഡ്സ്. ഇനി ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആയിട്ടുള്ള എലിസിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലാണ് മീനു. എലിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഇനി ഇൻഫർമേഷൻ പ്രൊവൈഡിങ് നമുക്ക് എന്തൊക്കെ വരാം? ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ വരാം. യെസ്, വെരി ഗുഡ് ശ്രുതി. എക്സ്പ്ലെയിൻ വരാം, ഔട്ട്ലൈൻ വരാം, അല്ലേ? ഔട്ട്ലൈൻ. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് വരാം, then highlight. Okay, so these are certain other keywords like information providing ഇനുള്ളതാണ് ഈ പറയുന്ന കീവേഡ്സ് വരുന്നത്. ഓക്കെ. ഇത് കൂടാതെ ഞാൻ 1-2 കീവേഡ്സും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയാം. ദ ഫസ്റ്റ് വൺ വുഡ് ബി റെസിസ്റ്റ്. റെസിസ്റ്റ്, റിക്വസ്റ്റ്. ഓക്കെ. മേ ബി കൺഫേം എന്നുള്ള ഒരു കീവേഡ് വരാം. കൺഫേം എന്നത് തുടക്കത്തിലല്ല, ഐ മീൻ ടാസ്കിൻ്റെ നടുക്ക് എവിടെയെങ്കിലും കൺഫേം എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺവിൻസ് എന്ന് വരാം. സോ ഇതും എന്താണ്? ഓരോ കീവേഡ്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? മാം, ഇഫ് വി ആർ നോട്ട് ഷുവർ അബൌട്ട് നോൺ ഓർ അൺനോൺ കേസ്, can we ask the interlocutor during the preparation time? No. Elakia, you are not supposed to ask the interlocutor about the type of case, because it is already a recorded session, right? So once you got the role play, once you enter into the examination hall, everything would be kind of recorded. So you're not supposed to ask it there. So what I would like to tell you here is, if you're having a confusion regarding known and unknown, try to answer question to 3. Try to answer 3 questions, I would say. The first one would be, have I met the patient before? ഓക്കെ, ഞാൻ ഈ പേഷ്യൻറ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് നോൺ ആണോ അൺനോൺ ആണോ ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഫസ്റ്റ് തിങ്, ഹാവ് ഐ മെറ്റ് ദ പേഷ്യൻറ്റ് ബിഫോർ? ഞാൻ ഈ പേഷ്യൻറ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ദെൻ ദ സെക്കൻഡ് വുഡ് ബി, ഹാവ് ഐ പ്രൊവൈഡഡ് എനി സോർട്ട് ഓഫ് കെയർ ടു ദ പേഷ്യൻറ്റ്? ഈ പേഷ്യൻറ്റിന് ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള കെയർ കൊടുത്തിട്ടുണ്ടോ? ആൻഡ് ദ തേർഡ് തിങ് വുഡ് ബി, ഹൗ ഇസ് ദ പേഷ്യൻറ്റ് ഫീലിംഗ് അറ്റ് പ്രസൻറ്റ്? പേഷ്യൻ്റ് ഇപ്പോഴെങ്ങനെയുണ്ട്? ഈ പേഷ്യൻറ്റിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും കെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? പേഷ്യൻ്റ് ഇപ്പോഴെങ്ങനെയുണ്ട്? ഈ 3 ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ട്രൈ ടു ആൻസർ ദീസ് 3 questions. You'll be definitely reaching a conclusion. Even in but still then you feel like you're confused, you're not getting an answer to this question, then appo elekede aa oru situation la what you feel like this, I would go with an unknown case ennu paranju povaanengi, you can just approach it that way rather than seeking a clarification. That won't be giving a good impression. So it would be much better if you could just approach the task whatever way you feel it is. അപ്പോൾ നമ്മളൊരു ക്ലാരിഫിക്കേഷൻ അവരുടെ അടുത്തുനിന്ന് സീക്ക് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് നമുക്ക് യുക്തിയിൽ ആ സമയത്ത് അത് എന്ത് കേസായിട്ട് ഫീൽ ചെയ്യുന്നു ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. Just imagine if you're giving a very good presentation, you're giving a very impactful presentation, then it is something very important. So I would say, don't seek a clarification with the type of case during the conversation or in the middle of the examination, because അത് recorded session അല്ലേ. അതുകൊണ്ട് തന്നെ കേസിൽ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇംപ്രഷൻ എന്തായിരിക്കില്ല, നല്ലതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യുക്തിയിൽ ആ സമയത്ത് എന്തായിട്ടാണോ ഫീൽ ചെയ്യുന്നത്, സോ ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ് ആൻഡ് ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ആ സമയത്ത് നമ്മുടെ വോയിസിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് ബി കോൺഫിഡൻറ്റ് വിത്ത് ഇറ്റ് ആൻഡ് ഗീവ് ദ പ്രസൻറ്റേഷൻ. Okay, I hope it is clear here. Okay, stress. Yes, good. അത് അടുത്തൊരു വേർഡാണ് ഇന്ദു. സ്ട്രെസ് എന്ന് ബിന്ദു. അതും സ്ട്രെസ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. യെസ്, അനദർ വേർഡ് ഐ ഗോട്ട്, അഡ്വൈസ്. യെസ്.
ഓക്കെ ഡിയ ഓക്കെ യെസ് സോ ഇതൊക്കെ ഇപ്പോൾ റെസിസ്റ്റ് റിക്വസ്റ്റ് എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. ഇൻ കേസ് റെസിസ്റ്റ് റിക്വസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കീവേഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ആർ സപ്പോസ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ബിഫോർ ഇറ്റ്. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? അവർ പറയുന്ന എന്തോ ഒരു റിക്വസ്റ്റാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്. അവർ ആ റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. മനസ്സിലായോ? റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ വി വോണ്ട് ബി ഏബിൾ ടു resist the particular request whatever the person has made if we are not asking a question. അവരത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ആർ സപ്പോസ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ബിഫോർ ഈ റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ടാസ്കിന് മുന്നേ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുക. വെൽ ഡു യു ഹാവ് എനി കൺസേൺ? യെസ് നഴ്സ്, ഐ വോണ്ട് ടു ഗെറ്റ് എ ഡിസ്ചാർജ് റൈറ്റ് നൗ. അപ്പോൾ അവിടെ റെസിസ്റ്റ് റിക്വസ്റ്റ് ആയി. ഐ എം സോ സോറി ടു സേ ദാറ്റ് വി കനോട്ട് അലൗ അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ടാസ്കിലേക്ക് നമുക്ക് പോവാം. മനസ്സിലായോ? ആൻഡ് കൺഫേം എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ട്. നോട്ട് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഫസ്റ്റ് ടാസ്ക് അല്ല, ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഒരു കൺഫേം എന്ന് പറയുന്നൊരു വേർഡ് വരുവാണ്. ഫോർ ഇൻസ്റ്റൻസ് കൺഫേം കണ്ടേജിയസ്നെസ് ഓഫ് ദ കണ്ടീഷൻ. ഓക്കെ, അതിന് മുന്നേയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ശ്രമിക്കുക. ഈ കൺഫേം എന്നുള്ള വേർഡിന് അർത്ഥം എന്തുവാണ്? നമ്മൾക്ക് അവർ പറഞ്ഞ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്നതിനെയാണ് കൺഫേം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഡയറക്റ്റ്ലി അത് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, ഇത് ഫസ്റ്റ് ടാസ്ക് കൺഫേം വരുമ്പോഴല്ല ഞാൻ പറഞ്ഞത്, ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും തേർഡ് ഓർ ഫോർത്ത് ഓർ ഫിഫ്ത്ത് ഒക്കെ ആയിട്ട് കൺഫേം കണ്ടേജിയസ്നെസ് ഓഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? പ്ലീസ് ടെൽ മീ, ഇസ് ദിസ് കണ്ടീഷൻ കണ്ടേജിയസ്? Yes, that is a valuable concern from your side. I can confirm that this condition is contagious. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ടാസ്കിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ദെൻ കൺവിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തുവാണ്? നമ്മൾ പെർസുവേഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ കൺവിൻസിൻ്റെ അടുത്തൊരു വേർഡാണ് പെർസുവേഡ്. ഇതിനർത്ഥം എന്തുവാണ്? പെർസുവേഡ് അല്ലെങ്കിൽ കൺവിൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്? യു ഹാവ് ടു കൈൻഡ് ഓഫ് വാട്ട് യു നീഡ് ടു ഡു ഹിയർ ഇസ്, നമ്മൾ പറഞ്ഞ ഒരു കാര്യം അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് കൺവിൻസ് ആൻഡ് പെർസുവേഡ് എന്ന് പറയുന്ന കാര്യം. മനസ്സിലായോ? കൺവിൻസ് അല്ലെങ്കിൽ പെർസുവേഡ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നമ്മൾ എന്തോ ഒരു കാര്യം സമ്മതിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പേഷ്യൻറ്റിനോട് പറയണം, ആം ഐ ക്ലിയർ വിത്ത് ദാറ്റ് എന്ന് പറയാം. നോ നഴ്സ്, ഐ ഡോണ്ട് വാണ്ട് ടു അണ്ടർഗോ ദിസ് തിങ്. വെൽ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കണ്ടീഷൻ, ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇറ്റ് ഇസ് മൈ സോൾ റെസ്പോൺസിബിലിറ്റി ടു ടെൽ യു അബൌട്ട് ദിസ് തിങ് എന്ന് പറഞ്ഞിട്ട് ആ കൺവിൻസ് ദ പോയിന്റ് നിങ്ങൾക്ക് കൺവേ ചെയ്യാവുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെസ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്ട്രെസ്? ഓക്കെ ബിന്ദു, ഇവിടെ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളത് ഈ ഹൈലൈറ്റ് എന്ന് പറയില്ലേ, രണ്ടും അത് തന്നെയാണ്. ഹൈലൈറ്റ് ആൻഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എംഫസൈസ് എന്നുള്ളൊരു വേർഡ് കണ്ടിട്ടുണ്ടോ? എംഫസൈസും അഗൈൻ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഒന്നും കൂടി നമ്മൾ അതിൻ്റെ അതിനെ എന്ത് ചെയ്യുന്നു? സ്ട്രെസ് ഔട്ട് ചെയ്യുന്നു. ലൈക്ക് ഉറപ്പിച്ച് അല്ലെങ്കിൽ തറപ്പിച്ച് പറയില്ലേ, അതിനെയാണ് എംഫസൈസ് അല്ലെങ്കിൽ സ്ട്രെസ് എന്നുള്ള മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഈവൻ ഹൈലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ റിഗാർഡിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് കീ വേർഡ്സ്. നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ചില കീ വേർഡ്സ് കാണുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ തോന്നില്ലേ? whether should I start or whether they will be initiating എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റി കിട്ടും. യെസ്, വെരി ഗുഡ് ശ്രുതി. റീഅഷ്യോർ എന്ന് പറഞ്ഞ് തുടങ്ങാറുണ്ട്. അവിടെ ജസ്റ്റ് നിങ്ങൾ ലെറ്റ് മീ റീഅഷ്യോർ എന്ന് പറയരുത്, ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഫ്രേസ് യൂസ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. Okay, and coming to the next thing would be, okay, I got a question. If I forgot to ask patient name during preparation time, may I ask during role play for like for confirmation, may I know your name? Definitely. ഇപ്പോൾ നിങ്ങൾക്കതൊരു നോൺ കേസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ പേര് ചോദിക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വെൽ ഗുഡ് മോർണിംഗ്, കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം വൺസ് അഗൈൻ ഫോർ മൈ കൺഫർമേഷൻ? ഓ യെസ് എന്ന് പറഞ്ഞിട്ടങ്ങ് പറയാം, അല്ലാതെ വേറെ വഴിയില്ല അല്ലേ? കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഒന്നും കൂടി പേര് ചോദിക്കാനേ പറ്റൂ. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ യു അനലൈസിങ് ദ കാർഡ് യു വിൽ ബി റീഡിങ് ദ സെറ്റിംഗ് ആൻഡ് ദ സിനാരിയോ അറ്റ് ഫസ്റ്റ്. ദെയർ ഇറ്റ് സെൽഫ്, ഇഫ് ഇൻ കേസ് the particular case falls under the category of non or without introduction or home visit, അവിടെ തന്നെ പേര് ചോദിക്കുക. ഓക്കെ,
യെസ് റെമി, ഞാൻ കൺഫേം എന്ന ടാസ്ക് വന്നാൽ ഫസ്റ്റ് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഡെഫിനറ്റ്ലി അത് ഞാൻ അഡ്രസ്സ് ചെയ്യാം. അതിനു മുന്നേ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ടാസ്കിലേക്ക് ഞാൻ വരാം കേട്ടോ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻഡ് ജോട്ടിംഗ് ഡൗൺ സർട്ടൻ കീവേഡ്സ്. ഇവിടെ ഈ കീവേഡ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിങ് വേർഡ്സ് ഉണ്ടല്ലോ. നമുക്ക് ചില വേർഡ്സ് എന്താണ് ക്വസ്റ്റനിങ് വേർഡ്സ് ഉണ്ട്. നമ്മൾ എവിടെയൊക്കെ ക്വസ്റ്റൻ ചോദിക്കണം, അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യേണ്ട വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഈ ക്വസ്റ്റനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടാസ്കിന് മുന്നേ ആയിരിക്കണം. അവിടെയും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ലൈക്ക് ഇഫ് ഇൻ കേസ് ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് സമ്മറൈസ് എന്ന് പറയുന്ന ടാസ്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഓക്കെ. ഇപ്പോൾ ഇൻ്റലിജിബിൾ ഇത് നമ്മുടെ ടാസ്ക് ആണ് കേട്ടോ. ഇമാജിൻ ഇവിടെ നമ്മുടെ ഈ ടാസ്ക് തുടങ്ങുന്നത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബുള്ളറ്റ് പോയിന്റിന് നേരെ ആയിരിക്കണം, അതിന് ബുള്ളറ്റ് പോയിന്റ് തൊട്ട് മുന്നേ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺസേൺ ചോദിക്കാം, ടു യു ഹാവ് എനി കൺസേൺ. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇൻ്റലിജിബിലിറ്റി മീൻസ് ദ ക്ലാരിറ്റി ഓഫ് സ്പീച്ച്. ഇമാജിൻ ഇവിടെ ഇത് തീർന്നിട്ട് അടുത്ത പോയിന്റ് ഇവിടെ തുടങ്ങുകയാണ് അഡ്വൈസ്. ഓക്കെ, പക്ഷെ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കാൻ പാടില്ല. അതായത് ഇത് പറഞ്ഞതിന് ശേഷം ക്ലാരിറ്റി ഓഫ് സ്പീച്ച് വെൽ ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ കയറ്റി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദി ഇൻ്റർലക്യൂട്ടർ വിൽ ബി ആസ്കിങ് ക്വസ്റ്റ്യൻ വിത്ത് ദി നെക്സ്റ്റ് ടാസ്ക്. അതായത് ഓരോ ടാസ്കിനും അനുസരിച്ചുള്ള കൗണ്ടർ ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ആർ നോട്ട് സപ്പോസ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ ബിറ്റ്വീൻ എ ടാസ്ക്. അതായത് ഈ ഒരു പോയിന്റിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, സോ ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, നിങ്ങൾ മാർക്ക് ഡൗൺ അല്ലെങ്കിൽ ജോട്ടിംഗ് ഡൗൺ ദ കീവേഡ്സ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ഐ നോട്ടഡ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടാസ്കിന് ഫസ്റ്റ് ടാസ്കിന് മുന്നേ ഞാൻ കൺസേൺ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഓരോ വേർഡ്സ് നോട്ട് ഡൗൺ ചെയ്യാണല്ലേ. ഇതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കീവേഡ്സ്. അവിടെ എന്താണ് അതുകൊണ്ടുള്ളൊരു ലാഭം, ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, യു വോണ്ട് ബി റിപ്പീറ്റിംഗ് ദ വേർഡ്സ് അഗൈൻ ആൻഡ് അഗൈൻ. വേർഡ്സിൻ്റെ റെപ്പറ്റീഷൻ നമുക്ക് ഒഴിവാക്കാം. സെയിം ഗോസ് വിത്ത് ക്ലാരിഫിക്കേഷൻ ഓൾസോ. നിങ്ങൾക്ക് 1-2 ക്ലാരിഫിക്കേഷൻ ഫ്രേസസ് എഴുതി വെക്കാം. ഇപ്പോൾ എൻ്റെ യൂഷ്വൽ ലൈവ്സ് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതുപോലത്തെ വേർഡ്സ് ഒക്കെ അവിടെ തന്നെ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് റെപ്പറ്റീഷൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഡു യു ഹാവ് എനി കൺസേൺ. Oh, well, I can really understand your concern. You don't need to worry. Let me explain what is intelligibility. It is the clarity of speech. Am I clear to you, Thomas? എന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ ആ വേർഡ് എഴുതി കൊണ്ട് തന്നെ ഐ നോ വാട്ട് ഫ്രേസ് ഐ ഷുഡ് യൂസ് ദെയർ. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ടാസ്ക് വരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ എന്താക്കാൻ പറ്റും, നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആൻഡ് ഇതാണ് ഞാൻ ജോട്ടിംഗ് ഡൗൺ ദ കീവേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് വുഡ് ബി ടാസ്ക് ഓർഗനൈസേഷൻ. ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടാസ്ക് ഓർഗനൈസ്ഡ് ആയിരിക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണ്, ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വുഡ് ബി ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗിവൻ 5 minutes ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ദെയർ ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് നിങ്ങൾ ഒരിക്കലും 5 minutes മുന്നേ നിർത്താൻ പാടില്ല. Okay, you are supposed to talk till the 5 minutes. Don't just stick on to the contentൽ മാത്രം stick on ചെയ്ത് സംസാരിക്കരുത്. So what if you're getting a small content, like we can't trust that we'll be always getting a lengthy content for the examination. So what if you're getting a small content, then also you're supposed to talk to the 5 minutes. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, what you can do here is go with the summarizing part. നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാം, കോണ്ടന്റ് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെയും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് 2 രീതിയിൽ സമ്മറൈസ് ചെയ്യാം. either you can go with a brief summary or elaborate summary. നമ്മൾ യൂഷ്വലി പറയുന്നതാണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രീഫ് അല്ലാന്നുണ്ടെങ്കിൽ ഇലാബറേറ്റ് സമ്മറി യൂസ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഗോ വിത്ത് എൻ ഇലാബറേറ്റ് സമ്മറി, സോ ദാറ്റ് ബ്രീഫിങ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് യു സ്റ്റിൽ ഹാവ് ടൈം ലെഫ്റ്റ്, അവിടെ നമുക്ക് കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ ബ്രീഫ് എന്ന് പറഞ്ഞാൽ സമയം വളരെ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദ ടൈമർ ഇസ് വിസിബിൾ ടു യു ആൻഡ് യു സോ ദാറ്റ് യു ഹാവ് നിയർലി 15 seconds ലെഫ്റ്റ്, അവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ബ്രീഫ് ചെയ്താൽ മതി. വെൽ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി കാർഡ് അനാലിസിസ്, ദെൻ ഐ ടോൾഡ് യു ദ റൈറ്റിംഗ് ഡൗൺ ദ നെയിം, ദെൻ ടാസ്ക് ഓർഗനൈസേഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളുടെ കീ വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ഇലാബറേറ്റ് സമ്മറിയിലേക്ക് നിങ്ങൾക്ക് പോവാം. യെസ്, ഷോർട്ടായിട്ടുള്ള സമ്മറൈസിങ്ങിനെയാണ് നമ്മൾ ബ്രീഫ് സമ്മറി എന്ന് പറയുന്നത്. ഇഫ് ഇൻ കേസ് നിങ്ങളുടെ ടാസ്ക് എന്താണ്, ചെറുതാണ്, ചെറിയ ടാസ്ക്കാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പാണ് എന്തായാലും 5 minute സംസാരിക്കാനുള്ള കാര്യം അതിലില്ല. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോ വിത്ത് ആൻ ഇലാബറേറ്റ് സമ്മറി. യു ക്യാൻ ബ്രീഫ് ഇൻ വൺസ് അഗൈൻ. നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി പറയാം.
ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. ബിക്കോസ് സമ്മറൈസ് ചെയ്യാണ്, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളത് ഒന്നും കൂടി എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പേസ് ഒന്നും കൂടി കുറയ്ക്കാം. എന്താണ് ഈ പേസ്? യുവർ സ്പീഡ് ഓഫ് ദ സ്പീച്ച്, നമ്മൾ സംസാരിക്കുന്ന സ്പീഡ് നിങ്ങൾക്ക് ഒന്നും കൂടെ കുറയ്ക്കാം. വെൽ, ഐ ക്യാൻ ടെൽ യു വൺസ് അഗൈൻ വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ടോൾഡ് യു അബൌട്ട് കാർഡ് അനാലിസിസ്. So it helps us to identify the case, and it also helps us to mark down the keywords and later on jotting down the keywords. മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പേസ് ഒന്നും കൂടി കുറച്ചു, വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാണല്ലേ. അതിൽ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു അപ്രോച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡോണ്ട് ഗോ ഫോർ എൻ മോണോലോഗസ് വേ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഓൾവേസ് ഗോ വിത്ത് 2-way കമ്മ്യൂണിക്കേഷൻ. ഇനി അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട 2 രീതികൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെൽ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ജോൺ? ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്കും ആ പേര് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഈവൻ ക്ലാരിഫിക്കേഷൻ സീക്കുമ്പോഴും ആ പേര് യൂസ് ചെയ്യുക. വെൽ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ജോൺ? ഓക്കെ, am I clear to you ജോൺ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ കോൺവെർസേഷനിലേക്ക് അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ പേരും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നെക്സ്റ്റ് പോയിൻറ്റും കൂടി എന്തായി, ഇൻക്ലൂഡ് ആക്കി. എന്താണ്, വി വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ റാപ്പോ വിത്ത് ദ പേഷ്യൻറ്റ്. നമുക്ക് നല്ലൊരു IPR മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ സംസാരിക്കാനും പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. യെസ് ഓർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു ജിസ. ഓക്കെ, കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് വാസ് ഇറ്റ്? യെസ്, അപ്പോൾ തിങ്സ് ടു റിമെമ്പർ എന്നുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. കാർഡ് അനാലിസിസിൽ നിങ്ങൾക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ ടാസ്ക് ഓർഗനൈസേഷനെ പറ്റിയിട്ടും ദ വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും നമ്മളിപ്പോൾ നോക്കിയല്ലേ. കമ്മിങ് ടു ദി ക്വസ്റ്റ്യൻ വിച്ച് റെമി ഹാസ് ആസ്ക്ഡ് മീ. അപ്പോൾ കൺഫേം എന്ന് പറയുന്ന ഒരു കീവേഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഈ കൺഫേം എന്ന് പറയുന്ന ടാസ്ക് ഐ ഹാവ് ഓൾറെഡി ഡൺ എ ലൈവ് ഓൺ ഇറ്റ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺഫേം ദ ഡിഫറെൻറ്റ് സിനാരിയോസ് ഓഫ് കൺഫേം കീവേഡ്. റെമി അതും കൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യണേ. ഞാൻ ഓരോ കോണ്ടെക്സ്റ്റിലും നമ്മുടെ കീവേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കൺഫേം കീവേഡ് വന്നാൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് സിനാരിയോ വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റമി അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. I'll just explain here right now. Okay, once again. So, confirm keyword നമുക്ക് 2 കോണ്ടെക്സ്റ്റിൽ വരാം. ഒന്ന്, confirm reason for your visit. Your visit എന്ന് പറഞ്ഞു വരാം. ഇതാണ് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻസ് വിസിറ്റ് എന്ന് പറഞ്ഞു വരാം. ഓക്കെ, പേഷ്യൻസ് വിസിറ്റ് എന്ന് പറഞ്ഞു വരാം. ഈ പേഷ്യൻസ് വിസിറ്റ് തന്നെ മേ ബി അപ്പോയിൻമെൻറ്റ് എന്ന് പറയാം, പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ് എന്ന് വരാം, അതുപോലെ തന്നെ അഡ്മിഷൻ എന്ന് വരാം. ഓക്കെ, സോ കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയുമ്പോൾ അതാരാണ്? അവിടുത്തെ യോർ എന്ന് പറയുന്ന ആൾ നേഴ്സാണ്. നമ്മുടെ കാർഡിൽ എവിടെയെങ്കിലും യു, യോർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതാരാണ്? അത് നമ്മളാണ്, നമ്മുടെ കാര്യമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് കൈൻഡ് ഓഫ് കേസ് ആയിരിക്കും? അത് ഡെഫിനറ്റ്ലി ഒരു നോൺ കേസ് ആയിരിക്കും. നമ്മൾ പേഷ്യൻ്റ് ബെഡ്സൈഡിലേക്ക് ചെല്ലുവാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് അടുത്തേക്ക് ചെല്ലുവാണ്. അത് എന്തിനാണ് എന്നുള്ള റീസണാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതെന്ത് കേസായിരിക്കും? നോൺ കേസായിരിക്കും. ഇൻ കേസ് കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ്, അല്ലെങ്കിൽ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് കേസായിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ? അതൊരു അൺനോൺ ടു നോൺ കേസായിട്ടാണ് വേണ്ടത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? അവർ വരുമെന്നുള്ള കാര്യം നമുക്കറിയാം, എന്തോ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ അൺനോൺ ടു നോൺ ആക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്ക് എങ്ങനെ പറയും? വെൽ, ഗുഡ് മോർണിംഗ് പ്ലീസ്. ഇപ്പോൾ നമ്മുടെ ടാസ്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ സെനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു കാര്യം പറഞ്ഞു. അത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആണ്, കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ്. നമ്മൾ ഈ ടാസ്ക് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ yes, okay, yes Nancy, I'll just give you an answer for that. Okay, so then നമ്മൾ ഈ ഒരു ടാസ്ക്, നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് ആണെന്ന് വെച്ചിരിക്കട്ടെ. നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വെൽ, ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ എം നഴ്സ് വർഷ, വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? വെൽ നഴ്സ്, ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ഹിയർ ഫോർ എ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി കൺഫേം ചെയ്യണം അവരെന്തിനാണ് വന്നതെന്നുള്ളത്. കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ് ഫോർ മൈ കൺഫർമേഷൻ?
Oh well, let me just pull out your file. യെസ്, ഇനി അത് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യം യൂസ് ചെയ്യാം. മേ ബി വിത്തിൻ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന കാര്യം കൂടി ഉണ്ടാവും. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ്, അഡ്മിഷൻ ഫോർ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ്, അത് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ പറയും? വെൽ, ഐ ക്യാൻ സീ ദാറ്റ് യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് ഹിയർ ഫോർ എ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ്. ആം ഐ റൈറ്റ്? അങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ അവിടെ പറയണം. ക്ലിയർ ആയോ? അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം നമ്മളൊന്നുകൊണ്ട് റീസ്റ്റേറ്റ് ചെയ്തത് നമ്മൾ കൺഫേം ചെയ്തു, അങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തി. ക്ലിയർ ആയോ? ഇനി നമ്മുടെ വിസിറ്റ് ആണെന്നുണ്ടെങ്കിലോ നോൺ കേസാണ്. പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിച്ചു, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഗുഡ് മോർണിംഗ് തോമസ്, ലെറ്റ് മീ റിമൈൻഡ് യു വൺസ് അഗൈൻ, ഐ എം നഴ്സ് വർഷ വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി. വെൽ, ഐ കെയിം ഹിയർ ടു ഡിസ്കസ് അബൌട്ട് ദ ഡിസ്ചാർജ് പ്ലാൻ. അപ്പോൾ അവിടെയും തന്നിട്ടുണ്ടായിരിക്കും കൺഫേം റീസൺ ഫോർ വിസിറ്റിൻ്റെ വിത്തിൻ ബ്രാക്കറ്റ്. ഇവിടെയും വിത്തിൻ ബ്രാക്കറ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻ കാണും, അത് യൂസ് ചെയ്യണം. ആൻഡ് വിത്തിൻ ബ്രാക്കറ്റ് ഇൻഫർമേഷൻ എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ. അതായത് ഹൗ ആർ യു ഫീലിംഗ് എന്നുള്ള വിത്തിൻ ബ്രാക്കറ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഓൾവേസ് യൂസ് ദാറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് യൂഷ്വലി കൺഫേം ടാസ്ക് വരിക. ഇമാജിൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ടാസ്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് കേസാണ് നിങ്ങളൊന്ന് പറയണേ. കൺഫേം റീസൺ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. പിന്നെ വിത്തിൻ ബ്രാക്കറ്റ് ഇപ്പോൾ ഇതുണ്ടെന്ന് വിചാരിക്കുക. അതുപോലത്തെ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കേസ് നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഇത് ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ഇത് നോൺ ആണോ അതോ അൺനോൺ ടു നോൺ ആണോ? Can you please comment down? What is your idea regarding this? എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഈ ഒരു കാർഡിലേക്ക് വരുമ്പോൾ? ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു യോർ വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നഴ്സിൻ്റെ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിഷൻ, അപ്പോയിൻമെൻറ്റ്, പേഷ്യൻറ്റ് വിസിറ്റ് എന്നുണ്ടെങ്കിൽ അത് അൺനോൺ ടു നോൺ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ അൺനോൺ ടു നോൺ എന്ന് ജിസ പറഞ്ഞു. ജിസ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി, ഓക്കെ ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് കോമൻറ്റ്സ്, നമുക്ക് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? റീഡ് ദ സിനാരിയോ അഗൈൻ. ഓക്കെ, വീണ്ടും സിനാരിയോയിലേക്ക് പോവുക, സിനാരിയോ പ്രോപ്പർലി വായിക്കുക. അവിടെ എന്തെങ്കിലും ഒരു കാര്യം പ്രോപ്പർലി മെൻഷൻഡ് ആയിരിക്കും. നമ്മൾ വന്നെന്നോ അവർ വരുന്നെന്നോ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഗിവൺ ആയിരിക്കും. സോ അത് നിങ്ങൾ പ്രോപ്പർലി വായിക്കുക. ഇപ്പോൾ ഈ സ്റ്റിച്ചസ് റിമൂവൽ എന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു നോൺ കേസാണ്. ബിക്കോസ് അതിൻ്റെ സിനാരിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് യു ഹാവ് കം ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ യു ആരാണ്? നമ്മൾ. യു ഹാവ് കം ടു എന്ന് സിനാരിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടെ വിസിറ്റായി? അത് നഴ്സിൻ്റെ വിസിറ്റാണ് കേട്ടോ. ആ ഒരു കേസ് നോക്കിയാൽ മതി. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ ലൈവിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നോർമൽ ലൈവിൽ ഞാനൊരു ലൈവിൽ കൺഫേം വെച്ചിട്ടുള്ള കീവേഡ്സ് വെച്ച് ഡിഫറെൻറ്റ് സിനാരിയോ, കൺഫേം കീവേഡ് ഇൻ ഡിഫറെൻറ്റ് സിനാരിയോ എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ. സോ ഐ ഗോട്ട് a few comments actually that scrolled up. I couldn't get the comment. My speaking time is 4:30 p.m. Then how I wish them during role play? Okay, 4:30 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ഈവനിങ് വിഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ ആൻസി ദ പേഴ്സൺ, ദ ഇൻ്റർലക്യൂട്ടർ വിൽ ബി വിഷിങ് യു റൈറ്റ്. നമ്മളെ ഗ്രീറ്റ് ചെയ്യില്ലേ, അത് വെച്ചിട്ട് ആ വിഷ് യൂസ് ചെയ്താൽ മതി. 4:30 ഈസ് ഈവനിങ് എനിവേ. ഗുഡ് ഈവനിങ് തന്നെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. Okay, so I hope everything is clear. Do you have any further questions to me? നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ? The people who are appearing for the examination on this the 1st of June, എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I was able to provide some sort of a clarity in the confusions which you people had. And a few comments actually kind of scrolled up, so I didn't properly read it. I'm sorry. ഒന്നും കൂടി ഒന്ന് ഇടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? ഓക്കെ, ഔട്ട്ലൈൻ. ഓക്കെ, യെസ് ആൻസി, താങ്ക് യു. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അതാണ് ആൻസി വരുന്നത്. അപ്പോൾ ഇൻ കേസ് തന്നിരിക്കുകയാണ് ഔട്ട്ലൈൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്, വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? അപ്പോൾ അവർ പറയുന്നത് മേ ബി could you please tell me the procedure? Could you please tell me about the procedure? Well, I really respect you for asking that question. Let me outline it to you. Outline എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ആണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണ്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? Is everything clear with you people? Have I addressed all your concerns? Is everything fine? So can I just wind up the session? I really feel happy that you people were with me, and I got how many concerns can we ask, ma'am? No, there is no limit, dear. So actually you may ask a lot of questions in between. Adayithu Alekia, what you're doing here is you are you're providing information to a person, so definitely you may ask a lot of question. There is no limit for it. Like etra keywords and key points, bullet points തന്നിട്ടുണ്ട്, അതിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് യുവർ ഡിസിഷൻ. ആൻഡ് ഓൾസോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, നമുക്ക് തന്നിരിക്കുന്ന ആ ടാസ്കിൻ്റെ എല്ലാം ഒപ്പം എന്താണ് അതിൻ്റെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ടാസ്കിന് മുന്നിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അലക്കിയ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. റീഅഷുറൻസ് മുൻപ് ക്വസ്റ്റ്യൻ ചോദിക്കണോ? ഇറ്റ് ഡിപ്പെൻസ് ആൻസി, ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ഇപ്പോൾ എന്തെങ്കിലും ആ പേഷ്യൻറ്റ് മേ ബി ഒരു കൺസേൺ റേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ, ലൈക്ക് റീഅഷ്യൂർ ദ പേഷ്യൻറ്റ് അബൌട്ട് പ്രൊസീജിയർ. അപ്പോൾ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റ് ആ പ്രൊസീജിയറിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് പേടിയുണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാനും മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? ഐ എം റിയലി വറീഡ് അബൌട്ട് ദ പ്രൊസീജിയർ നഴ്സ്. ഐ കൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ അറ്റ് പ്രസൻറ്റ്. യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ റീഅഷ്യൂർ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് എന്തോ ഒരു പേടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇഫ് മദർ ആൻഡ് ചൈൽഡ് കെയിം ഫോർ വാക്സിനേഷൻ, ഹൗ ടു ആസ്ക് നെയിം? ഓക്കെ, മദർ ആൻഡ് ചൈൽഡ് വന്നിട്ടുണ്ട് ആൻഡ് ഇൻ കേസ് അതൊരു ഡെഫിനറ്റ്ലി വാക്സിനേഷൻ വന്നിട്ടുള്ളതാണെങ്കിൽ അതൊരു അൺനോൺ കേസ് തന്നെ ആയിരിക്കും അല്ലേ, വാക്സിനേഷനെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ വന്നിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻ്റ് നെയിമാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ആൻഡ് മദേഴ്സ് നെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺവെർസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ. ഓൾവേസ് ഗോ വിത്ത് ദി പേഷ്യൻസ്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ പറഞ്ഞു ത്രീ കേസസിലാണ് നമ്മൾ പേര് ചോദിക്കുന്നത് പ്രിപ്പറേഷൻ ടൈമിൽ. അതെപ്പോഴും പേഷ്യൻ്റ് നെയിം ആയിരിക്കണം കേട്ടോ. ആസ്ക് ദ പേഷ്യൻസ് നെയിം ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം when it's a known case without introduction and home visit. And Priyanka, ഇപ്പോൾ in case mother and child വന്നിരിക്കുകയാണ്, patient name നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. Could you please state your child's name managed for the documentation? വെൽ, ഹൗ കെൻ ഐ അഡ്രസ് യു എന്ന് ചോദിക്കാം. മദറിനോട് നമ്മൾ കോൺവെർസേഷന് വേണ്ടിയിട്ടാണ്, നമ്മൾ കോൺവേഴ്സ് ചെയ്യാനാണ് അവരുടെ പേര് ചോദിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വാസ് ഇറ്റ് യുവർ ക്വസ്റ്റ്യൻ? ഡിഡ് ഐ അഡ്രസ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ? അപ്പോൾ so far we were having a conversation, I mean we were having a discussion on the last minute preparation. നമ്മളൊരു 450 ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാവുന്നതാണ് ടീച്ചേഴ്സ് അക്കാഡമിയുടെ നമ്മുടെ മിഷനാണ് 450 എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അത് അച്ചീവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഡെഫിനറ്റ്ലി. സോ നിങ്ങളുടെയും കൂടെ വിലയേറിയ എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് I just believe that I was able to play a part in the in your preparations. And also ma'am, if the task is long, incomplete ആയാൽ ഇഷ്യൂ ഉണ്ടോ, ടൈം മാനേജ്മെൻറ്റ്? ഓക്കെ, സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈക്ക് നമുക്ക് ക്രൈറ്റീരിയ പാർട്ട് നോക്കാം. ഇപ്പോൾ ജിസ, നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡിങ്ങിനുള്ളത് 3 മാർക്സ് ആണ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ടാസ്ക് ലെങ്തി ആണെന്ന് കണ്ടിട്ട് നമ്മളിപ്പോൾ എന്താണ് ഒരുപാട് സ്പീഡ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്ലുവൻസി എന്ന് പറയുന്ന ക്രൈറ്റീരിയനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് സ്പീക്കിംഗ് ഇൻ എ നോർമൽ കോൺവെർസേഷൻ, നോർമൽ പേസിലല്ല പോകുന്നുണ്ടെങ്കിൽ ഫ്ലുവൻസിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ യു നോട്ട് സപ്പോസ് ടു സ്പീഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇൻ കേസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡിങ് എന്നുള്ള ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് 3ൽ നിന്നും 1-2 മാർക്കോ കുറയ്ക്കാം. പക്ഷേ ഫ്ലുവൻസിയിലെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓൾവേസ് സ്പീക്കിംഗ് വാട്ട് എവർ ഇൻഫർമേഷൻ യു പ്രൊവൈഡിങ്, ഗീവ് ഇറ്റ് ഇൻ ആൻ ഇമ്പാക്ട്ഫുൾ മാനർ. ഓക്കെ ജിസ, ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് യുവർ ക്വസ്റ്റ്യൻ. Yes. So I'm just winding up the session, guys. Thank you so much for being with me. Once again, wishing all the people who are appearing for the examination on the 1st of June a very good wishes to you. Definitely I'm going to pray for each and everyone from here. എല്ലാവർക്കും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. കയറുന്നതിന് മുന്നേ, ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് കയറുക. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് ബീയിങ് എ പാർട്ട് ഹിയർ. താങ്ക് യു ഡിയർ. Need to ask during preparation time or after starting? It depends upon the case, Priyanka. Whether it is if in case it is a unknown case, then you need to ask. I didn't get the context. അതായത് ആ ഒരു കേസ് നോക്കുക. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് അവർ ആദ്യമായിട്ട് അറിയാൻ വേണ്ടി വരുവാണോ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയ ഷെഡ്യൂൾഡ് ആണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യൻ്റെ പേര് ചോദിക്കുന്നു ആൻഡ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ നമ്മൾ പേരൻ്റെ പേര് ചോദിക്കുന്നു. ഇൻ കേസ് അത് ഷെഡ്യൂൾഡ് അല്ല, ആദ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും പേര് നമ്മൾ കോൺവെർസേഷൻ ടൈമിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. So thank you guys. Thank you so much once again. Wishing you all the very best for your examination. Just let me know about your results. I'll be waiting to hear from you. Thank you. Thank you.